മോനെ ട്രിഗ്നോമെട്രിയിലെ 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിക്കോട്ടെ. ബി സി എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആയിക്കോട്ടെ. സൈൻ എ എന്ന് പറഞ്ഞാൽ 1/2. സൈൻ എ എന്ന് പറയുമ്പോൾ ഇതല്ലടാ ആംഗിൾ എന്ന് പറയുന്നത്. ഏടെ ആംഗിൾ ഇതാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ സാറേ? എതിർവശം ഡിവൈഡഡ് ബൈ കർണം എന്നല്ലേ? നോക്കടാ, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് എതിർവശം 1 ആണെങ്കിൽ ഈ പറയുന്ന ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇവിടെ ഓപ്പോസിറ്റ് നേരെ 1 വന്നപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കർണത്തിന്റെ നേരെ 2 അല്ലേ വന്നത്? സോ കർണം ആരാടാ? കർണം 2. ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ബി എ ബി എന്നൊക്കെ പറയുന്ന ഈ സൈഡ് ആരായിരിക്കും? നമ്മൾ എവിടെയോ എന്തോ ഒരു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ആംഗിളിന്റെ ഒരു പ്രപ്പോർഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 1:3:2 എന്ന് പഠിച്ചത് ഓർമ്മയല്ലേ? അത് എപ്പോഴായിരുന്നടാ? ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ സി എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി എന്നൊക്കെ വന്നപ്പോഴല്ലേ? ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. ജസ്റ്റ് ഞാൻ ഈ കോൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. ലെങ്ത് ഓഫ് എ സി ആരാന്ന്? ലെങ്ത് ഓഫ് എ സി ആരാടാ? എ സി അവിടെ തന്നിട്ടുണ്ട്. AC 2 ആണ്, 2 സെന്റിമീറ്റർ. ഡൗട്ട് ഉണ്ടോ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി? √3 ആണ്. √3 സെന്റിമീറ്റർ ആണ്. ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എ 30 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സൈൻ 60 എത്രയാണ്? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലടാ. ഓപ്പോസിറ്റ് ആരാ? 60യുടെ ഓപ്പോസിറ്റ് √3 അല്ലേ? √3 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാടാ? 2 അല്ലേ? സോ ദ ആൻസർ ഈസ് √3/2. എടാ മോനെ, പെട്ടെന്ന് നിങ്ങൾ ഇതിന്റെ അടിയിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക കോസ് എ, അതായത് കോസ് 30 എത്രയാണെന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ.